നമസ്കാരം. ഈ പട്ടിയുടെ വാല് പന്തീരാണ്ട് കാലം കുഴലിലിട്ടാലും നിവരില്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇപ്പൊ പോകുമ്പോ ആൾക്കാര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയമേലേക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. ഇപ്പൊ ആരും മാലയിലല്ല നോക്കുന്നത്, അത് വാച്ചൻ അറിയാം. പിന്നെ എവിടാ വാച്ചൻ മുതലാളി നോക്കുന്നത്? ജയിലിലെ ആഹാരം വല്ലാതെ അങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നല്ലോ. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ സാറും അനുയായികളും പോക്സോ കേസിൽ എങ്ങനെയാ പെട്ടതെന്ന് വാച്ചനണ്ണൻ അറിയാവോ? പത്രം വല്ലതും വായിച്ചായിരുന്നോ? വാർത്ത വല്ലതും കേട്ടായിരുന്നോ? കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും. 16 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് അടുത്തിരിക്കുന്നത്. ആ ബോധം വല്ലതും ഉണ്ടോ? കേരളത്തിൽ നിന്ന് കാമുകന്മാരെ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നെ ഉദ്ദേശിച്ചല്ലെന്ന്. നിങ്ങളുടെ പേരക്കുട്ടിയാകാനുള്ള പ്രായം പോലും ആ കൊച്ചിനില്ല. അതിനോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ തന്നെ അത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ദേശഭക്തി ഗാനമാണ് പാടിയത്. ഒരു പ്രണയഗാനം പോലും അതിന്റെ വായിന്ന് വന്നിട്ടില്ല. മേരാ ദേശ് മേരാ മുൽക്ക് മേരാ വതൻ ശാന്തി കാ ഉന്നതി കാ പ്യാർ കാ ചമൻ. മാധ്യമപ്രവർത്തകർക്ക് ഒന്നടങ്കം നാണക്കേടായിട്ട് അവിടെ കുറെ എണ്ണങ്ങൾ ഇരുന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ലവർ ഉണ്ടോ? 16 വയസ്സുള്ള ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് ലവർ ഉണ്ടോ എന്ന് ഹിന്ദി ചോദിക്കാനുള്ള അടിസ്ഥാന ഭാഷാ പ്രാവീണ്യം പോലും ഒരെണ്ണത്തിനും ഇല്ല. അത് പിന്നെ പോട്ടെ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ തർജ്ജിമ ചെയ്തോ എങ്ങനെയെങ്കിലും ഒക്കെ കൊച്ചിനെ ചോദ്യം അറിയിക്കാം. ആ ചോദിച്ച ചോദ്യം, സുന്ദരമായ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ആ കുട്ടി വരുന്നത്. അതിന്റെ ഗ്രാമത്തിനെ കുറിച്ചോ ഭാവിയെക്കുറിച്ചുള്ള അതിന്റെ സ്വപ്നങ്ങളെ കുറിച്ചോ എന്തായി തീരാനാണ് ആഗ്രഹമെന്നോ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കുറിച്ച് ചോദിക്കാം, ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ നിസാര ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പൊ നിങ്ങളുടെ വാർത്തയ്ക്ക് നിങ്ങൾക്ക് ക്യാപ്ഷൻ കൊടുക്കണം, അല്ലെ? മോണലിസ കേരളത്തിൽ നിന്ന് ലവറെ തേടുന്നു. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് മിക്ക ചാനലുകാരും ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടത്. അപ്പൂപ്പനാകാൻ പ്രായമുള്ളവൻ അടുത്തിരുന്നുകൊണ്ട് പറയുന്നു കാമുകൻ എന്നെ ഉദ്ദേശിച്ചല്ലെന്ന്. നിങ്ങൾ ആരാ, എന്താണെന്നാ നിങ്ങളുടെ വിചാരം? ഇത് കുറേ പ്രാവശ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും മാറി മാറി പറയുന്നതാണ്. കുറച്ച് പൈസ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഇത്രേ അധപ്പതിക്കരുത് മനുഷ്യൻ. പോക്സോ കേസ് ചുമത്താനുള്ള എല്ലാ വകുപ്പും നിങ്ങളുടെ മേലായിട്ടുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ അരുൺ സാറിന്റെ കാര്യം. കലോത്സവത്തിന്റെ സമയത്ത് ഒപ്പന മത്സരത്തിന് പങ്കെടുത്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളുടെ അടുത്ത് സംസാരിച്ചതിലുള്ള അപാകത കൊണ്ടാണ് അവർക്കെതിരെ പോക്സോ കേസ് എടുത്തത്. ഈ 16 വയസ്സുള്ള കൊച്ചാണ് അടുത്തിരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ശരി, നിങ്ങൾ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു, അതിനെന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അതൊക്കെ നല്ല കാര്യം തന്നെ, അത് ചെയ്തു. പക്ഷെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തി അതിനകത്തും ബിസിനസ്. നിങ്ങൾ പബ്ലിസിറ്റിക്കും ആളെ കൂട്ടാനും വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഉദ്ദേശിച്ച രീതിയിലുള്ള ആളുകളൊന്നും വന്നില്ലെങ്കിൽ പോലും ആ എരിയാന വെയിലത്ത് ആ പെങ്കൊച്ചിനെ നിർത്തി. അതിനാണെങ്കിൽ പറയുന്നതും മനസ്സിലാകുന്നില്ല. അതിന്റെ പ്രായത്തിനും ഒന്നാമത് അതിന് വലിയ ലോകപരിചയമില്ല. അത് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ പോലും കയറി മറ്റൊരു സ്റ്റേറ്റിൽ വരുന്നത് എന്നൊക്കെ പറയുന്നു. അത്രയും നിഷ്കളങ്കമായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ നിങ്ങളുടെ ഈ ഒരു ഷോ ഓഫ് കാണിക്കാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എത്ര കൊല്ലം കുഴലിലിട്ടാലും അതങ്ങനെ ഇരിക്കുകയുള്ളൂ, മാറില്ല. അപ്പൊ ജയിലിലെ ആഹാരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും അവിടെ ചെന്ന് ആഹരിക്കാനുള്ള ഒരു സൗഭാഗ്യം വോച്ചൻ മുതലാളിക്ക് കൈവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്, ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വൈറലായി കഴിഞ്ഞാൽ കുറച്ച് നാൾ അവരുടെ സീസൺ ആയിരിക്കും. അവരെ ആകാവുന്നത്ര തോളിലേറ്റി നടക്കും, പെട്ടെന്ന് ഒരു ദിവസം എടുത്ത് താഴോട്ടിടും. രേണു മണ്ഡലിന്റെ ഒക്കെ അവസ്ഥ എന്തായി, അവരുടെയൊക്കെ കാര്യമൊക്കെ നമുക്കറിയാം. ഏതായാലും ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സിനിമയിലേക്ക് അവസരം ലഭിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുവന്നു. എന്തെങ്കിലും സഹായം അതിന് കിട്ടുന്നെങ്കിൽ, വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്, അവർക്ക് കിട്ടുന്നതൊക്കെ കിട്ടിക്കോട്ടെ. പക്ഷെ യാദൃശ്ചികമായി വൈറലായ മനുഷ്യരെ തോളിലേറ്റിക്കൊണ്ട് അവരെ കൊണ്ട് വൈറലാകാനും പബ്ലിസിറ്റിക്കും നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ കാണിക്കുന്ന ചീപ്പ് പരിപാടികൾ, ഈ കോടീശ്വരന്മാരുടെ വായിൽ നിന്ന് വരുന്നത് എന്തും കേട്ട് സഹിച്ചിരിക്കാനല്ലല്ലോ അവർക്ക് നിങ്ങൾ പണം കൊടുക്കുന്നത്. അപ്പോൾ വിളിച്ചു വരുത്തുന്ന ആളുകൾ ആരാണെങ്കിലും അവരോട് ഇത്തിരി മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അതേ വായിന്ന് വരൂ. നിങ്ങളുടെ വീഡിയോ എല്ലാം പരിശോധിച്ച് ഈ ഒരു കലാരൂപത്തിൽ നിങ്ങൾക്കുള്ള ആ ഒരു പ്രാഗൽഭ്യം മനസ്സിലാക്കിക്കൊണ്ട് കോടതി കർശനമായിട്ട് വിലക്കിയതായിരുന്നു. പക്ഷെ നിങ്ങളെ കൊണ്ടത് സാധിക്കില്ല. കാരണം അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ. ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്നിടത്തെല്ലാം ചാടി കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ മൂത്ത് നരച്ച അണ്ണാന് വീണ്ടും വീണ്ടും സെൻട്രൽ ജയിലിന്റെ കവാടം കടന്നു ചെല്ലാനും അതിനുള്ളിലെ വിശ്രമ ജീവിതം ആസ്വദിക്കാനും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.